ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു. ഈ ഒറ്റ പ്രഖ്യാപനത്തോടെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള 3 വലിയ സന്തോഷ വാർത്തകളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി പശ്ചിമേഷ്യയിലെ ഈ സമാധാനം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഹോർമുസ് പാത തുറന്നതോടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ആദ്യത്തെ വലിയ ആശ്വാസം അസംസ്കൃത എണ്ണ വിലയിലെ വൻ ഇടിവാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 12% ഇടിവുണ്ടായിട്ടുണ്ട്. വില ബാരലിന് $83 ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് നൽകുന്ന ഊർജ്ജം ഒട്ടും തന്നെ ചെറുതല്ല. രണ്ടാമത്തെ വാർത്ത ഓഹരി വിപണിയിൽ നിന്നാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നീങ്ങിയതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച വിപണി അടച്ച ശേഷമാണ് ഈ വാർത്ത വന്നതെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 400 പോയിന്റിലധികം കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വലിയ നേട്ടത്തോടെ തുറക്കാനാണ് സാധ്യത. എണ്ണവില കുറഞ്ഞത് കാരണം HPCL, BPCL, IOC തുടങ്ങിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെയും പെയിന്റ്, ടയർ, ഏവിയേഷൻ കമ്പനികളുടെയും ഓഹരികളിൽ വൻ നിക്ഷേപങ്ങൾ ഉണ്ടായേക്കാം. മൂന്നാമത്തെ മാറ്റം സ്വർണ്ണ വെള്ളി വിപണികളിലാണ്. യുദ്ധഭീതി ഒഴിഞ്ഞതോടെ നിക്ഷേപകർ നല്ല ആവേശത്തിലായിട്ടുണ്ട്. സാധാരണഗതിയിൽ യുദ്ധം അവസാനിക്കുമ്പോൾ സ്വർണ്ണവില കുറയേണ്ടതാണെങ്കിലും വിപണിയിലെ ഉണർവ് കാരണം വില വർദ്ധിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ വിപണിയായിട്ടുള്ള MCX-ൽ വെള്ളി 5% കുതിച്ചുയർന്ന് കിലോയ്ക്ക് 2.61 ലക്ഷം രൂപയിലും സ്വർണം 1.5% വർദ്ധിച്ച് 10 ഗ്രാമിന് 1.55 ലക്ഷം രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനും ഇസ്രയേലും തമ്മിൽ ആരംഭിച്ച യുദ്ധം അമേരിക്കയുടെ കൂടി ഇടപെടലോടെയാണ് രൂക്ഷമായിട്ടുള്ളത്. ഇതോടെ ലോകത്തേക്കുള്ള എണ്ണവാതക വിതരണം വലിയ പ്രതിസന്ധിയിലൊക്കെ ആയിരുന്നു. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയുടെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണെന്ന് അറിയാമല്ലോ. അതിൽ വലിയൊരു പങ്കും സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഇതേ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. അപ്പോൾ എണ്ണവില കുറയുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയുകയും കറണ്ട് അക്കൗണ്ട് കമ്മിയിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കും. ചുരുക്കത്തിൽ ഹോർമുസ് തുറന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു പുതിയ ധാരണയും സമാധാനവും ഇനി എത്ര നാൾ തുടരും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ സാമ്പത്തിക നേട്ടത്തിന്റെ ആയുസ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്.